ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇന്ന് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് സാരീസാണ് വന്നിട്ടുള്ളത്. പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ സാരീസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ അജ്രക് പ്രിൻ്റുള്ള കോട്ടൺ സാരി വന്നിട്ടുണ്ട്. അല്ലാത്ത ഒരു സെമി ചന്തേരി ടൈപ്പ് സാരീസ് വന്നിട്ടുണ്ട്, അജ്രക് പ്രിൻ്റൊക്കെ വരുന്നത്. അങ്ങനെ പല ടൈപ്പ് സാരീസാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിന്ന് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ്. നമ്പർ 1 ആണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. കണ്ടോ, നല്ല ഡാർക്ക് ഗ്രീനാണ് ബോഡി വരുന്നത് കേട്ടോ. ബോർഡേഴ്സ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ. പല്ലു വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ള പല്ലുവാണ്. ഒരു ഓറഞ്ച് ഒരു പർപ്പിൾ കളർ മിക്സ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ടാസിൽ കണ്ടോ, ആ സാരിയിൽ നിന്ന് തന്നെയുള്ള നല്ല ഭംഗിയുള്ള ടാസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോ ക്വാളിറ്റിയൊക്കെ ലോവർ പ്രൈസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നല്ല ഭംഗിയുള്ള, ഇത് നമുക്കൊരു സിൽക്ക് സാരി ഉടുക്കണ അതേ ഒരു ഫീലുള്ള കോട്ടൺ സാരിയാണ്. പ്യുവർ കോട്ടൺ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിത് ഒഫീഷ്യലായിട്ടും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടോ ഫങ്ഷൻ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഒട്ടും ചൂടെടുക്കില്ല, വളരെ കംഫർട്ടബിളാണ് കേട്ടോ. ബ്ലൗസ് ഇതിന് റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ബോർഡേഴ്സിൽ കണ്ടോ, ഇങ്ങനെയാണ് ബോർഡേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇതിൽ പല കളേഴ്സ് വരുന്നതുകൊണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ബ്ലൗസ് വെയർ ചെയ്യാം. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉണ്ടാവും ഉടുത്ത് വരുമ്പോൾ. ഭയങ്കര കംഫർട്ടബിളാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ടൈപ്പിൽ ഒരു 2 കളറാണ് വന്നിട്ടുള്ളത്. ഇനിയൊരു ബ്ലാക്കും വരുന്നുണ്ട്, നല്ലൊരു ഗ്രീനുമാണ് ഇത്. അപ്പോൾ ഏതെടുക്കണമെന്ന് എന്തായാലും കൺഫ്യൂഷൻ ആവും. 1 ലെയറിലിടാനും ഞൊറിഞ്ഞിടാനും ഒക്കെ സൂപ്പറാണ്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1525 ആണ്, 1525 ആണ്. അപ്പോൾ ഇത് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇനി ഇതിൻ്റെ അടുത്ത കളർ കാണാം. നമ്പർ 2 ആണ്. നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കണ്ടോ, ഇതൊരു ഗംഗാ ജമുന ബോർഡർ ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഒരു സൈഡിൽ പർപ്പിൾ, പിന്നെ സൈഡിൽ കൂടെ ഒരു ഓറഞ്ച് ലൈൻ. ഇവിടെയും അതേപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കളർ. ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. 1 ലെയറിലിടുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ഭയങ്കര സോഫ്റ്റാണ്, നല്ല തിന്നാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് സ്റ്റാർച്ച് ചെയ്യുന്ന ടൈപ്പല്ല, ഇതൊരു സിൽക്ക് ഫീലുള്ള പ്യുവർ സോഫ്റ്റ് കോട്ടൺ സാരിയാണ്. ഇങ്ങനെയാണ് വരുന്നത് ഉടുത്ത് വരുമ്പോൾ. ഇത് ഉടുത്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. ഇത് അധികം പീസൊന്നും ഇല്ല കേട്ടോ, ഒരു 5-6 പീസ് വീതം ഓരോന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. കണ്ടോ, ഇങ്ങനെ വരും. ഞൊറിഞ്ഞു കൊടുത്താലും 1 ലെയറിലിട്ടാലും ഇതിൻ്റെ കൂടെ നല്ല ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരിക. ബ്ലൗസ് സെയിം തന്നെയാണ്, റണ്ണിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പെയർ ചെയ്താലും സൂപ്പറായിരിക്കും. റേറ്റ് വരുന്നത് 1525 ആണ്, 1525 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഇത് മൽമൽ കോട്ടൺ ആണ് കേട്ടോ. അതിൽ അജ്രക് പ്രിൻ്റ് വരുന്ന സാരീസാണ്. നമ്പർ 3 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, ഉടുക്കാനും വളരെ കംഫർട്ടബിളാണ്. നമുക്കിനി അങ്ങോട്ട് സമ്മറാണ്, അപ്പോൾ അതുകൊണ്ട് കോട്ടൺ സാരീസ് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് സാരി വരിക. ഉടുത്ത് വരുമ്പോൾ നല്ല ഒരു ഫാബ്രിക് ഫീലാണ് കേട്ടോ. നേരത്തെ കാണിച്ച സാരി ആണെങ്കിലും ഇതാണെങ്കിലും നല്ല സൂപ്പർബാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. നമ്മുടെ ഒരു അജ്രക് പ്രിൻ്റ് സാരീസിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ ആണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ ഇതിലുള്ള ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് യൂസ് ചെയ്യാം. ഇങ്ങനെ വരും സാരി. നല്ല സൂപ്പർബാണ്, ഒട്ടും ചൂടെടുക്കില്ല. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. റേറ്റ് വരുന്നത് 1100 ആണ് കേട്ടോ, 1100 ആണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. ഇത് നമ്പർ 4 ആണ്. ഇതും നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ സാരിയാണ്. ഒരു അജ്രക് പ്രിൻ്റ് പാറ്റേണിലാണ് വരുന്നത്. ഇതേപോലെ ഒരു ബ്ലാക്ക് തിൻ ബോർഡർ വരുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ നല്ല പ്രിൻറ്റഡ് അജ്രക് പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് ഉടുത്ത് വരുമ്പോൾ. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. പല്ലു ഇതേപോലെ നമ്മൾ മൊഡാൽ സാരീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അജ്രക് പ്രിൻറ്റിൻ്റെ പാറ്റേണിലാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ സാരിയാണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ട് കുറേ പേര് ഇങ്ങനത്തെ സാരികൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിളാണ്, ഒരു കൂളിംഗ് എഫക്റ്റാണ്, നമുക്ക് ഒട്ടും ചൂടെടുക്കില്ല. വൈകിട്ട് വരെ ഈ സാരി ഉടുത്ത് നിന്നാലും നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ റേറ്റ് വരുന്നത് 1100 1100. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 5 ആണ്. ഇത് ശരിക്കും ആ ഒരു അജ്രക് മൊഡാലിൽ വരുന്ന അതേ പ്രിൻസ് തന്നെയാണ് കോട്ടണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല മൽമൽ കോട്ടൺ സാരീസാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു ഡസ്റ്റി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. അതിൽ ഫുൾ മെറൂൺ, ബ്ലാക്ക്, ഓഫ് വൈറ്റ് ഒക്കെ കളറിൽ ആ ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേൺ ആണ്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും. പല്ലു ഇങ്ങനെ ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിലാണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1100. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 6 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ബേസ് വരുന്നത്. അതിലിതാ ഇതേപോലെ അജ്രക് സിഗ്സാഗ് പാറ്റേണിലുള്ള ഒരു സാരിയാണ്. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഈ സാരീസിൻ്റെയൊക്കെ പ്രത്യേകത ഇതൊരു മൾട്ടി കളർ വരുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും കളർ നിങ്ങളുടെ അടുത്ത് ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സിഗ്സാഗ് പാറ്റേണിലാണ്, ഇതേപോലെയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. ഇതേപോലെ അജ്രക് പ്രിൻറ്റിൽ പല്ലു. ബ്ലൗസ് വരുന്നത് ബ്ലാക്കിൽ ഇതേപോലത്തെ ഒരു കുഞ്ഞ് ഫ്ലോറൽ ഡിസൈനായിട്ടാണ് വരുന്നത് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. ഏത് ഏജുകാർക്ക് യൂസ് ചെയ്യാം. റേറ്റ് വരുന്നത് 1100. അടുത്തത് നമ്പർ 7 ആണ്. ഇതാ കണ്ടോ, ഇതേപോലെ ഒരു ആഷ് ബ്ലൂ കളർ ഉണ്ടല്ലോ, അതാണ് ഒരു ബേസ് വരുന്നത്. അതിലിങ്ങനത്തെ ഒരു ലൈൻ പാറ്റേൺ ആണ്. നമ്മൾ അജ്രക് സാരീസിൽ കാണുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മൽമൽ കോട്ടൺ സാരീസാണ്. ഇങ്ങനെയാണ് വരുന്നത് ബോർഡേഴ്സ്. പല്ലു വരുന്നത് ഇതാ ഇങ്ങനെ അജ്രക് പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ബ്ലാക്കിൽ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് കേട്ടോ. ബ്ലൗസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്തൊക്കെ വെയർ ചെയ്യാവുന്നതാണ്. പ്രിൻറ്റഡ് ബ്ലൗസ് ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലാത്തവർക്ക് സെയിം ബ്ലൗസിൻ്റെ കൂടെ വെയർ ചെയ്യാം. ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് 1100 കേട്ടോ. 1100. ഇങ്ങനെയാണ് പല്ലു. ഇനി അടുത്ത സാരി കാണാം. അപ്പോൾ നമ്മുടെ മൽമൽ കോട്ടൻ്റെ കഴിഞ്ഞിട്ടില്ല, അത് നമ്പർ ഇട്ട് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്തിരി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഇനിയും വരുന്നുണ്ട് കേട്ടോ, മൽമൽ കോട്ടൻ്റെ വേറെ ഡിസൈൻ. ഇനി ഇത് വരുന്നത് ഒരു സെമി ചന്തേരിയിൽ വരുന്ന സാരീസാണ്. ഇതിലും അജ്രക് പ്രിൻ്റ് വരുന്ന സാരിയാണ് കേട്ടോ. ഇതാ കണ്ടോ, സാരി വരുന്നത് ഇങ്ങനെയാണ്. ഇതും വളരെ സോഫ്റ്റാണ് കേട്ടോ. ഒരു സിൽക്ക് സാരി ഉടുക്കുന്ന ഒരു ഫീല് തന്നെയാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. ഇതാ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു അജ്രക് പ്രിൻ്റ്, ഒരു മെറൂണിഷ് കളറിലാണ് വരുന്നത്. ബോർഡേഴ്സിൽ ബ്ലാക്കും ഓറഞ്ചും കൂടിയുള്ള ബോർഡറാണ്. തിന്നൊരു സെറി ബോർഡറും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1239. 1239 ആണ് കേട്ടോ. സെമി ചന്തേരിയിൽ വരുന്ന ബ്യൂട്ടിഫുൾ സാരി. പല്ലു വരുന്നത് ഇതാ ഇതേപോലെയാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഒരു ലൈൻ പാറ്റേണിലാണ് കേട്ടോ, വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ്. ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും പെയർ ചെയ്യാം. മെറൂണോ അല്ലെങ്കിൽ ഈ ഒരു ഓറഞ്ച് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിലും ഇടാവുന്നതാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1239. 1239 കേട്ടോ. വളരെ കംഫർട്ടബിളാണ്. 1 ലെയറിൽ ഇടാനും ഞൊറിഞ്ഞെടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും ഉടുത്ത് വരുമ്പോൾ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 9 ആണ്. ഇത് നേരത്തെ കണ്ട ആ ഒരു സെയിം ഡിസൈൻ ബ്ലാക്കിലാണ് ബോഡി പോർഷൻ വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലോയി ആയിട്ടുള്ള ഒരു സെമി ചന്തേരിയിൽ വരുന്ന ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. അജ്രക് പ്രിൻ്റാണ് വരുന്നത്. ബോഡി ഫുൾ ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. പല്ലു വരുന്നത് ഇതാ ഇങ്ങനെ കേട്ടോ. നേരത്തെ കണ്ട പോലെ ആ ഒരു കണ്ടോ ഇതേപോലെ വരുന്നത്. ബ്ലൗസ് സെയിം ആണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ലഹരിയ പാറ്റേൺ വിത്ത് ബോർഡറാണ്. കണ്ടോ, തിന്നായിട്ടുള്ള ഇതേപോലത്തെ ബോർഡറാണ് വരുന്നത്. വെയർ ചെയ്ത് വരുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ. റേറ്റ് വരുന്നത് 1239 ആണ് കേട്ടോ. 1239 ആണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. ഇനി ഇതേ സെയിം മെറ്റീരിയൽ ഡിഫറെൻറ്റ് പ്രിൻറ്റ് പാറ്റേൺ ആണ് വരുന്നത്. അതും കൂടെ കാണാം. അടുത്തത് നമ്പർ 10 ആണ്. ഇതും ആ ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ലൊരു മെറൂണിഷ് ബ്രൗൺ ബേസിലാണ് വരുന്നത്.
ഇങ്ങനെയാണ് വരുന്നത്. അജ്രക് പ്രിൻറ്റിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ്. അത് ഏതൊരു മെറ്റീരിയലിൽ വന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നൊരു സംഭവമാണ് ഈ അജ്രക് പ്രിൻ്റുള്ള സാരീസ്. അതിപ്പോൾ മൊഡാലിലാണെങ്കിലും സെമി ചന്തേരി, പ്യുവർ ചന്തേരി ഏതിലാണെങ്കിലും കേട്ടോ. പല്ലു വരുന്നത് ഇതേപോലെ തന്നെ ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേൺ ആണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ് ബ്ലൗസ്. എല്ലാ ബ്ലൗസും ഇതേപോലെ ഒരു ലഹരിയ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. വിത്ത് ആ ഒരു സ്മോൾ ബോർഡറാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1239, 1239. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 11 ആണ്. ഇതേപോലെയാണ് കേട്ടോ അജ്രക് പ്രിൻ്റ് വരുന്നത്. ബോർഡേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. വൺ സൈഡ് ഇതേപോലത്തെ ഒരു തിൻ ബോർഡറാണ്. ഇത് ബ്ലാക്കാണ് ബേസ് വരുന്നത്. ബോർഡേഴ്സ് ഇതേപോലെ വരും. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ. എല്ലാം ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിലാണ് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ളത്. പല്ലു വരുന്നത് ഇങ്ങനെയാണ്, ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ്. നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസോ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസോ അല്ലെങ്കിൽ ഈ ഒരു പല്ലുവിൻ്റെ കളർ ബ്ലൗസോ എങ്ങനെ ഇട്ടിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാവുന്നതാണ്. റേറ്റ് വരുന്നത് 1239 ആണ്, 1239 കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 12 ആണ്. കണ്ടോ, എല്ലാ അജ്രക് പ്രിൻ്റാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇതെല്ലാതും വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. കാരണം കൂടുതൽ നമുക്ക് എടുക്കാൻ കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യുക, സ്ക്രീൻഷോട്ട് ഇടുക, എന്നാലാണ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് തീരുന്ന ഒരു സംഭവമാണ്. പിന്നെ വെയിറ്റ് ചെയ്ത് കുറേ സമയമൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റ് ഇട്ട് വരുമ്പോഴത്തേനും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും കേട്ടോ. പേയ്മെൻറ്റ് ഇടുന്നേക്കാളും മുന്നേ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഇടുക. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് സെയിം പാറ്റേൺ വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1239 ആണ് കേട്ടോ. അടുത്തത് നമ്പർ 13 ആണ്. അതും എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ്. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയാണ്. അപ്പോൾ ഇതിലത്തെ ഇന്ന ഡിസൈൻ എന്നില്ല, ഏത് അവൈലബിൾ ആണെങ്കിൽ അത് പർച്ചേസ് ചെയ്യായിരിക്കും നല്ലത്. ഇതും ഒരു ബ്ലാക്ക് ബേസിലാണ് വരുന്നത്. ഇതേപോലെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ ഏത് എടുത്താലും ഉടുത്ത് വരുമ്പോൾ നല്ല സൂപ്പർ ലുക്കായിരിക്കും. വളരെ കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ലൈറ്റ് വെയ്റ്റ് ആണ്. ഞാൻ ഒഴുകി കിടക്കും കേട്ടോ. ഇതാണ് പല്ലു, ഇത് ബ്ലൗസ്. റേറ്റ് വരുന്നത് 1239, 1239 കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. ഇല്ല, ലാസ്റ്റ് ഒരു 2-3 കൂടി ഉണ്ടെന്ന്. അപ്പോൾ അത് ഇതാണ് കേട്ടോ. ഇതൊരു കണ്ടോ, ഒരു മെറൂണിഷ് ബർഗണ്ടി ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. പ്യുവർ കോട്ടൺ ആണ്. നമ്പർ 14 ആണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. പ്യുവർ സോഫ്റ്റ് കോട്ടൺ സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 14 ആണ്. ഒരു ലൈൻ പാറ്റേൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ ഒരു പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതിന് മാത്രം ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പ്ലെയിൻ വരുന്നത്. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസിൽ ഇങ്ങനെ ആ ഒരു ഡൈയിങ്ങിൻ്റെ ഒരു കളർ പാച്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ സാരി നമുക്കൊരു ഹക്കോബ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഇങ്ങനെയാണ് സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1100 ആണ്. അടുത്തത് നമ്പർ 15 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. നല്ലൊരു റെഡിഷ് മെറൂൺ കളറാണ്. നമ്മൾ മൊഡാലിൽ കാണുന്ന ആ ഒരു ലോട്ടസ് പ്രിൻ്റ് ഉണ്ടല്ലോ, സ്മോൾ ലോട്ടസ് പ്രിൻ്റ്, ആ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. പല്ലു ഇതേപോലത്തെ ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലൗസ് ആയാലും നല്ല സൂപ്പറായിരിക്കും. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. റേറ്റ് വരുന്നത് 1100 ആണ്, 1100. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 16 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ മൊഡാലിൽ കാണുന്ന ആ ഒരു ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് പീസ് ഇതേപോലെ വരുന്നത് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. റേറ്റ് 1100. ഇനി അടുത്ത സാരി കാണാം. ഇത് നമ്പർ 17 ആണ്. ഇതൊരു ക്രാക്ക് ബാട്ടിക് പോലത്തെ ഒരു ഡിസൈനാണ്.
ഇതാ കണ്ടോ, നമ്പർ 17 ആണ്. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അതിൽ ഇതേപോലത്തെ ഒരു റെഡ് കളർ ക്രാക്ക് ബാട്ടിക് ഡിസൈനാണ്. രണ്ട് സൈഡിലും അതേപോലെയാണ് കേട്ടോ ബോർഡർ. പ്ലെയിൻ ഡാർക്ക് ബ്രൗണിലാണ് സാരി വരുന്നത്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പല്ലു ഇതേപോലെ വരുന്നത്. ഇതാ കണ്ടോ, ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുക എന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല. ഇതാ ഒരു പ്ലെയിൻ കളർ ആയതുകൊണ്ട് തന്നെ, പിന്നെ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റാർച്ചിൻ്റെ ഒക്കെ ഒരു കളറ് ഈ സാരിയിലുണ്ട് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന സാരിയാണ്. റേറ്റ് വരുന്നത് 1100. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതായിരുന്നു ലാസ്റ്റ് സാരി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇതെന്തായാലും ആദ്യം എൻക്വയറി ചെയ്യണം. പേയ്മെൻറ്റ് ഇടുന്നവർക്ക് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. കാരണം അത്രയും ലിമിറ്റഡ് പീസാണ്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് ഇനിയും നല്ല സാരീസ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.